മിനിസ്റ്റർ, പരിപാടി ഗംഭീരമായി തന്നെ കഴിയാണ്. ഞങ്ങളിങ്ങനെ കാണുമായിരുന്നു. മിനിസ്റ്റർ വളരെ ഹാപ്പിയാണല്ലോ അല്ലേ? പിന്നെ വളരെ ഹാപ്പിയാണ്. കാരണം പ്ലാൻ ചെയ്ത പോലെ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ കാര്യങ്ങൾ കലാശിച്ചു എന്നുള്ളതാണ്. ശക്തിയായ മഴയും കാറ്റും ഉണ്ടായിട്ട് പോലും ചില മത്സരങ്ങൾ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ താമസിപ്പിക്കാൻ പറ്റിയെന്നല്ലാതെ വേറെ ഒന്നും തന്നെ സംഭവിച്ചില്ല. മറ്റൊരു കാര്യം, ഒരു മത്സരമെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ കലാമത്സരമായിരിക്കാം, കായിക മത്സരമായിരിക്കാം, പരാതിരഹിതമായി നടത്തുക എന്നുള്ളതാണ് സംഘാടകരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇത്രയും 20,000-ഓളം വരുന്ന കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മേളയാവുമ്പോൾ കുട്ടികളെന്നുള്ള നിലയിൽ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിനിമം അവരുടെ വീട്ടിലുള്ള ആഹാരവും താമസ സൗകര്യവും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം മുഴുവൻ കുട്ടികളും അത് തൃപ്തരാണ് എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്തു എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. നോൺ വെജിറ്റേറിയൻ അടക്കം താമസത്തിൻ്റെ സൗകര്യമായിരുന്നാലും പിന്നെ അവിടെ യാത്രാ സൗകര്യമായിരുന്നാലും അവരെല്ലാം ഈ മഴയത്ത് പോലും നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ അവർക്കൊന്നും ഒരു വിഷമവുമില്ല. ഞാൻ ചിലപ്പോൾ ഇവിടെ വന്ന് അവരെല്ലാം കുട്ടികളെ ഓരോരുത്തർ വന്ന് സന്തോഷം പങ്കിട്ടിട്ട് പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഇതുകൊണ്ടങ്ങ് നിർത്തേണ്ട കാര്യമില്ല. നമുക്കിതിൻ്റെ ഒരു ഗുണം ഉണ്ടാവണമെങ്കിൽ ഇതിൽ നിന്നുള്ള നല്ല മുത്തുകളുണ്ട്, അവരെ സെലക്ട് ചെയ്ത് കേന്ദ്രീകൃതമായി അവർക്ക് നമ്മളൊരു കോച്ചിങ് കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ തയ്യാറാവണം. അതൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അടുത്ത LDF ഗവൺമെൻറ് വന്നാൽ അതെല്ലാം ചെയ്യും. മിനിസ്റ്റർ, ഒരു കാര്യം പറഞ്ഞല്ലോ, 50 വീടുകൾ, അത് നമ്മൾ ഏകോപിപ്പിക്കാൻ ഒരു പ്രത്യേക കമ്മിറ്റി, അത് വേഗത്തിലാക്കാനുള്ളൊരു നടപടി ഉണ്ടാകുമോ? അപ്പം കിട്ടുന്ന അപേക്ഷ വാങ്ങി വയ്ക്കുന്നുണ്ട്. എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നോംസ് ഉണ്ടാക്കണം, ക്രൈറ്റീരിയ ഉണ്ടാക്കണം, പിന്നെ അതിൻ്റെ അപേക്ഷ എങ്ങനെ സ്വീകരിക്കണമെന്ന് നോക്കണം, അതിൻ്റെ ഒരു വീടിൻ്റെ തുക എങ്ങനെയാണ്, സ്ഥലമില്ലാത്തവർക്ക് വീട് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച ശേഷം അവർ മറ്റേതെങ്കിലും ഭവന പദ്ധതിയിൽ അംഗങ്ങളാണോ, ആദ്യം നിന്ന് കാശ് കിട്ടാത്തതാണോ, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം ഒരു മാസത്തിനകം കുറേയെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് തന്നെ നമ്മുടെ കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ KG അസോസിയേഷൻ അവരോട് 2 വീട് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് 50 വീട് പ്രശ്നമല്ല ഇരിക്കുന്നത്. കുട്ടികൾ നിരാശപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ ഇനിയൊരു പ്രയാസം ഉണ്ടാവില്ല. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, അപൂർവമാണെങ്കിലും അപൂർവമായ കുട്ടികൾക്ക് ഉപകരണങ്ങളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബോൾ വാൾട്ടൊക്കെ 1.25 ലക്ഷം രൂപ ചിലവാണ്. അപ്പോൾ അത് നമുക്ക് കുട്ടികൾക്ക് സംഘടിപ്പിച്ച് എങ്ങനെ കൊടുക്കാമെന്നാണ് ആലോചിക്കേണ്ടത്. പല കുട്ടികളും ദാരിദ്ര്യവും പട്ടിണിയാണ്. ഇപ്പോൾ അടുത്തെൻ്റെ ഒരു കുട്ടി വന്ന് ഇപ്പോൾ ഇരുന്നിട്ടാണ് പോയത്. അത് പറയുക, എന്നെ അച്ഛനില്ല, അമ്മയും ഞാനേ ഉള്ളൂ, അമ്മ വേലയ്ക്ക് പോയിട്ടാണ് കൊണ്ടുവരുന്നത്. ആഹാരം പോലും വേലയ്ക്ക് പോകുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരമാണ് കഴിക്കേണ്ടി വരുന്നത്. നമ്മളറിയുന്നില്ല ഇതൊക്കെ. അപ്പം നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് താഴെ ഇറങ്ങിയ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതുകൊണ്ട് നമ്മളിത് അറിയുന്നത്. അപ്പോൾ ഈ സ്വർണ്ണ മെഡൽ കിട്ടിയവരുടെയും റെക്കോർഡ് ബ്രേക്ക് ചെയ്തവരുടെ അടുത്ത് ചെന്നപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് സ്വന്തമായിട്ട് വീടുണ്ടോ, അച്ഛനെന്താ ജോലി? പരമാവധി ആൾക്കാർ പറയുന്ന അച്ഛന് കൂലിവിലയാണ്. അമ്മയ്ക്ക് എന്താ ജോലി? ചില മിക്കവാറും അമ്മമാരില്ല, പിണങ്ങി പോയിരിക്കുന്നു, അല്ലെങ്കിൽ അച്ഛന്മാർ പിണങ്ങി പോയിരിക്കുന്നു. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഒരു കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, കുട്ടി ഒരു അസുഖത്തിന് സർജറി നിശ്ചയിച്ചിരുന്നു, അപ്പൻഡിക്സ്. അറിയാമല്ലോ ആ കുട്ടി, ദേവനന്ദ. ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിട്ട് പോലും സർജറി കഴിയുന്നതിന് മുമ്പേ വന്ന് പോവുകയാണ്. എന്നിട്ട് ഗോൾഡ് മെഡൽ വാങ്ങുകയാണ്. എന്നിട്ട് ആ കുട്ടി ആഹാരം കഴിക്കാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞനുസരിച്ച്. ജ്യൂസ് കഴിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിലൊരു ദിവസം ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല, ജ്യൂസ് മാത്രമേ കഴിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കുട്ടികളാണ്. ഇതിൽ 2 തരമായിട്ട് തിരിക്കാം ഈ കളികളെ. 2-3 തരങ്ങളായിട്ട് കളിക്കുക. ഒന്ന് സാമ്പത്തികപരമായ ശേഷിയുള്ളവർക്കുള്ള കളി, 2 സാമ്പത്തികപരമായ ശേഷി ഇല്ലെങ്കിലും വലിയ ഇൻ്റർനാഷണലായിട്ട് അക്സെപ്റ്റൻസ് ഉള്ള കളികൾ. അപ്പോൾ റണ്ണിങ് ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും പാവപ്പെട്ട കുട്ടികളാണ് റണ്ണിങ് ഐറ്റംസിലുള്ളത്. സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെടുകയാണ് മിനിസ്റ്ററെ.
എന്തായാലും വളരെ സന്തോഷമായിരിക്കട്ടെ. കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ടാണ് മടങ്ങി പോകുന്നത്. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. അപ്പോൾ